ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഹൗ ആർ യു? സത്യം പറഞ്ഞ കുറച്ചധികം നാളായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് യൂട്യൂബില്. സത്യം പറഞ്ഞ വൈകിട്ട് പണിയെടുത്ത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഒരു വ്ളോഗൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനുള്ള സമയമോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ല സത്യം പറഞ്ഞാല്. സോ ഇന്നെന്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. സോ അതിന്റെ ഒരു പുറത്ത് ഇന്ന് വീഡിയോ എടുക്കുന്നത്. നാളെ ഓഫാ. എങ്ങനെയും കുറച്ച് നമ്മുടെ കാര്യം തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് മോശമല്ലേ. സോ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം. ഒന്നുമില്ല, പ്രത്യേകിച്ച് നടക്കുന്നില്ല ലൈഫിൽ. അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാതിരുന്നേ. ഒരു വീഡിയോ ചെയ്തിട്ട് അത് എഡിറ്റ് പോലും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. എന്തോ ചെയ്യാന്ന് പറയാ. ഏത് വീഡിയോ എന്നറിയാവോ? നമ്മുടെ ഈ ഇടയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റേ ചീസ് കേക്ക് വൈറലായല്ലേ? ലോട്ടസ് ബിസ്കോഫും ഗ്രീക്ക് യോഗോട്ടൊക്കെ വെച്ചുള്ള ഒരു ചീസ് കേക്ക് അതിനുണ്ടാക്കിയായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടില്ല, യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് അവിടെ അങ്ങനെ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചെന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കാം. ഒരാഴ്ച എത്ര യൂട്യൂബിൽ എത്ര വീഡിയോ പോസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ എത്ര വീഡിയോ പോസ്റ്റ് ചെയ്യണം ഫോർ 1 വീക്ക്. അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട്. ഞാൻ ഫോക്കസ്ഡ് ആണ്, പക്ഷെ പല സമയത്തും സമയം ഇല്ലാത്ത കാരണവും ജിമ്മിൽ പോകേണ്ടത് കാരണവും അല്ലെങ്കിൽ പണിയെടുത്ത് മുടിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള മൂഡില്ലാത്തതും ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കി വെക്കാനുള്ള ഒരു മൂഡില്ലാത്തതും ഒക്കെ കൊണ്ട് അങ്ങ് ഒഴിവാക്കി വിടുന്ന. പക്ഷെ ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റാർട്ട് സംതിങ് നൈസ്ലി ടു ബി കൺസിസ്റ്റന്റ് ഇൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ. ഇപ്പം ബസ്സിനകത്തിരിക്കുക, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുക. നാളെ ഓഫാ. അപ്പൊ അതിറ്റായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. രാവിലെ എണ്ണിക്കണ്ട, പക്ഷെ രാവിലെ എണ്ണിക്കണ്ടെന്നുള്ളൊരു മൈൻഡും ഉണ്ട്. അതുമല്ല ഒരു വേറൊരു മൈൻഡ് എന്ന് വെച്ചാൽ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ 8 മണിയൊക്കെ 8:30 ആകുമ്പോഴേക്ക് എണ്ണീറ്റ് ജിമ്മിന് പോകുന്നത്. 10 മണി വരെയുള്ള ജിം. 8:30 കഴിയുമ്പോൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ 9 മണിയൊക്കെ ആവും ജിമ്മിന് പോകുമ്പോഴത്തേക്കിന്. പിന്നെ അധികം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വെച്ചാൽ നാളെ രാവിലെ കുറച്ച് നേരത്തെ എണ്ണീച്ചിട്ട് നമുക്ക് നേരത്തെ എണ്ണീറ്റിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. അത്യാവശ്യം 1.5 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് റിലാക്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുവാ. നമ്മുടെ കമ്പനിയുടെ ബസ്സില്ല കേട്ടോ, റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 10-15 മിനിറ്റ് എടുക്കും. പല വീട്ടിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയാം. പറഞ്ഞ വയ്യ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മടിയാ. മടിയുള്ളപ്പം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു സുഖം കിട്ടും. എന്ത് സുഖം? ഞാൻ ആ മടി പിടിച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു മോട്ടിവേഷൻ വരുമല്ലോ. അതിനാ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ ഒരു ഡിസിപ്ലിൻ നമുക്കൊരു സുഖം തരും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടതാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല. ശരിയല്ലേ? വലിയ വലിയ ആൾക്കാർ പറഞ്ഞാൽ ഞാനും അത് കേട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് നമ്മുടെ കമ്പനി കൂടെ പോകുമ്പം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ബാക്ക് ക്യാമറ എടുത്ത് പിന്നെ കട്ട് ചെയ്തിട്ട് നിൽക്കണം. അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് ഫ്രണ്ട് ക്യാമറ തന്നെ കാണിച്ചത്. സി പിന്നെ എന്റെ പൊന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ഇരിക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. ഉള്ള എല്ലാ കാറുകളും, എല്ലാ വെറൈറ്റി കാർസും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. there are some favorite cars called Nissan Petrol, Fortuner. There are so many cars here. പിന്നെ GMC, അങ്ങനെ കുറേ ബ്രാൻഡ് ഉണ്ട് ഫേവറേറ്റ്. പിന്നെ ഫോർഡിന്റെ ടെറിറ്ററി എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ കുറെ ഇത് കാണാൻ വേണ്ടി തന്നെ ഞാൻ G-Tour ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ കാറുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കും. ഈ ഒരു സൈഡിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് പലപ്പോഴും ഞാൻ ഈ വീഡിയോ നമ്മുടെ കമ്പനിയുടെ വ്യൂ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ കാറുകളൊന്നും കാണിച്ചിട്ടില്ല. തോന്നുന്നു നല്ല ഭംഗിയാ നമ്മുടെ കമ്പനി കാണാൻ, നല്ല ഭംഗി. ഒരു കാര്യം, ഈ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം വരെ അവിടെ ബസ് യാത്ര
എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയി. അവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു 50 മിനിറ്റ് ആവും. 50 മിനിറ്റ് വീഡിയോ ഇട്ട് ആര് കാണാനാണ്? നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. സുഖം. നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ബസ്സിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ടേ ചുമ്മാ ഇങ്ങനെ വെല്ലോട്ട് നോക്കിയിരിക്കുന്ന രസം. കാരണം വെച്ചാൽ ഈ സമയത്ത് ഇപ്പം ഞാൻ 4 മണിക്ക് ഇറങ്ങുന്നത്. 4 മണിക്ക് ഇറങ്ങുന്ന വെച്ചാല് സാധാരണ 6 മണി വരെ ഡ്യൂട്ടി. ഇപ്പൊ നമ്മൾ എക്സിറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ റിസൈൻ ഇട്ട് പോകുന്നുണ്ട്. നമുക്ക് ഓവർ ടൈം ഇല്ല. അപ്പൊ 4 മണിയാകുമ്പോൾ ഇറങ്ങാം. 2 മണിക്കൂർ ഓവർ ടൈം. അപ്പൊ 4 മണിയാകുമ്പോൾ ഇറങ്ങാം. അപ്പൊ ഈ 4 മണിക്ക് ഇറങ്ങുന്ന ഒരു പ്രത്യേക സുഖമാണ്. ബാക്കി എല്ലാവരും അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ടല്ല ഇറങ്ങുന്നത്. ഇടയ്ക്ക് വെച്ച് നിർത്തി ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക ഒരു സുഖം. അതൊരു പ്രത്യേക സുഖമാണ്. വണ്ടി സുഖം കിട്ടുന്ന എങ്ങനെ അറിയാം? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്ട്രൈക്ക് വരത്തില്ല ഇടയ്ക്ക്. അപ്പം നമ്മള് ഇടയ്ക്ക് വെച്ച് 10 മണിയൊക്കെ ആകുമ്പോൾ ഇറക്കി വിടത്തില്ല എല്ലാവരെയും, സ്കൂൾ വിടത്തില്ലയോ? ആ ഒരു സുഖം എന്ന് പറഞ്ഞത് അതിനെ അത്രയും സുഖമൊന്നും ഇല്ല ഈ സുഖം ഇതിന്. കണ്ടോ, അത് പ്രത്യേക ഒരു സുഖം. ഇവിടെ നമുക്ക് വണ്ടി ചെക്കിങ് ഉണ്ട്. ചെക്കിങ്ങിന് ആളൊരു അതിനോട് നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ നിർത്തും കുറച്ചു നേരം. പുള്ളിക്കാരന്റെ അറിവ്, പുള്ളിക്കാരെ കൈ തന്ന് ഹായ് സാർ എന്നും പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കോട്ട് ഇട്ടേക്കുന്നുണ്ടേ ഒരു വിലയുണ്ട്. നമുക്ക് അങ്ങനെ ആരും കയറി ചൊറിയാൻ പറ്റത്തില്ല പെട്ടെന്ന്. നമ്മളാണല്ലോ പ്രൊവൈഡർ. ഐ മീൻ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റെസ്പെക്ട് ഉണ്ട് അവിടെ ചെന്നാല്. കുറച്ച് ഇവരുള്ളവർക്ക് ആ റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ കമ്മയുടെ പൊറോശ ഇത് കണ്ടോ, ഇവിടാണ് നമ്മുടെ വുമൻസ് സെക്ഷൻ. ഇവിടെ ഫുള്ള് വുമൻസ് ആയിരിക്കും ജോലി ചെയ്യുന്നത്. നമ്മുടെ ഏരിയയിൽ നിന്നും വുമൻസിനെ അടുപ്പിക്കുകയോ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സെക്ഷൻസ് ഉണ്ട്, അവരവിടെ ജോലി ചെയ്യും. അങ്ങനെയാണ്. നല്ല രസം കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ കട്ട് ചെയ്തിട്ട് പിന്നെ കണക്ട് ചെയ്യാനൊക്കെ എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് വയ്യ. ഈ റോഡിൽ ഈ ഫുള്ള് ഇങ്ങനെ മരം വെച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ. ഇതെന്ത് മരവാ? നല്ല എനിക്കൊരു ഇതൊരു കമ്പൊടിച്ച് വീട്ടിൽ കൊണ്ട് നട്ടാ കൊള്ളാമെന്നുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ വളവും വെള്ളമൊക്കെ കൊടുത്ത് ഗവൺമെന്റ് അത്ര അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. അവിടെ മരുഭൂമി കാണും അങ്ങനെ ദൂരെ. അതിൻ്റെ അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിട്ടിരുന്നാലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിട്ടിരുന്നുള്ള കാറുകളെല്ലാം കാണാം. കാർ ഇങ്ങനെ ചീറി പാഞ്ഞു പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി സമയത്ത് എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. പറ്റിയാ കൊള്ളാം. ലെക്സസ് ലാൻഡ് ക്രൂസർ അങ്ങനെ കുറെ വണ്ടികളുണ്ട് കേട്ടോ. ടെറിട്ടറി, പെട്രോള്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇവിടെ ഓടാത്ത ഞാൻ കാണാത്തൊരു വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ കാറുകൾ. ഇവിടെ മാരുതി സുസുക്കിയുടെ കാറുകൾ ഞാൻ വളരെ റെയറായിട്ട് ഡിസൈറും എല്ലാം കണ്ടാക്കുന്നുണ്ട്. അല്ലാതെ മാരുതിയുടെ ഒരു വണ്ടി ഞാൻ ഇന്ന് ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഡിസൈർ പറയാനും ഡിസൈർ ആ ഡിസൈറേ ഉള്ളു. അല്ലാതെ മാരുതിയുടെ ഒരു വണ്ടികൾ ഇവിടെ ഓടുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. ഏറ്റവും കൂടുതൽ ഓടുന്നത് ഫോർഡിന്റെ വണ്ടികൾ ഓടും, ടൊയോട്ട ഏറ്റവും കൂടുതൽ ഓടും. അവിടെ ഫോർഡ്, പിന്നെ ഹുണ്ടൈ, പിന്നെ എന്താണ് GMC, ലെക്സസ്, അങ്ങനെ കുറച്ചധികം അടിപൊളി വണ്ടികൾ മാത്രമാണ് ഓടുന്നത്. മാരുതി സുസുക്കിയുടെ വണ്ടികൾ വളരെ കുറവ്. പക്ഷെ ഇപ്പൊ അങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് ദൂരെ സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് അറിയത്തില്ല. പക്ഷെ ഈ ഒരു ഏരിയയില് ഇത്രയും വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ ഇന്ന് വരെ മാരുതി സുസുക്കിയുടെ ഡിസൈർ അല്ലാതെ വേറൊരു വണ്ടി കണ്ടിട്ടില്ല. മാരുതിയുടെ ജിമ്നി ഉണ്ടെന്നോ, ഒരു ജിമ്നി ഉണ്ട് കേട്ടോ നമ്മുടെ കമ്പനി. നമ്മുടെ
കാറ്ററിംഗില് ഒരു സ്റ്റാഫിന് ജിംനി ഉണ്ട്. ജിംനി മാരുതി സുസുക്കി അല്ലേ? ആ. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നിസാന്റെ പെട്രോൾ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അടിപൊളി വണ്ടി, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫോർച്യൂണറിനെക്കാട്ടിലും ഇഷ്ടം ഈ നിസാന്റെ പെട്രോൾ. ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. ഒരു ആനയൊക്കെ നിൽക്കുന്നുണ്ടിരിക്കും. പക്ഷെ ഫോർച്യൂണർ എനിക്ക് ഇഷ്ടമായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പം ഫോർച്യൂണർ പുതിയ മോഡൽ ഒരു സുഖമില്ലാത്ത തുടങ്ങി തോന്നി. എനിക്ക് ഒരു ഒതുങ്ങിപ്പോയതോടെ തോന്നി. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്നേഹം, എന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് കാണുമായിരിക്കും, പക്ഷെ ലുക്ക് വൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്രോളിനോട് കുറച്ച് താല്പര്യമുണ്ട് ഇപ്പോൾ. നിസാന്റെ പെട്രോൾ നിങ്ങൾ പോയി നോക്കിക്കാണാം, ഞാൻ ഇവിടെ കാണിക്കാം പറ്റുമെങ്കിൽ. ഇവിടെ കണ്ടോ പ്രാവശ്യം? ഇതാണ് വ്യൂ. ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ അടിപൊളി കേട്ടോ. ലാൻഡ് ക്രൂസർ അടിപൊളി വണ്ടിയാ, പക്ഷെ അതും എനിക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ലെക്സസിന്റെ LX 570 ഒക്കെ അടിപൊളി വണ്ടി, ഇഷ്ടം. ആട്ടപ്പടെല്ലാം പിടിച്ച് വെച്ച് പിടിപ്പിച്ചേക്കാം. മറ്റേ ചെടിയെല്ലാം മരമാവുന്ന ചെടി. നിസാന്റെ കിക്സോ, ഒരു കൊച്ചു ഹാച്ച് ബാക്ക് വണ്ടി. ലാൻഡ് ക്രൂസർ. ഹുണ്ടയുടെ എത്ര വണ്ടി പോകുന്നത്? ഇഷ്ടം പോലെ ഹുണ്ടയുടെ വണ്ടി പോകുന്നുണ്ട്. കിയ, അവിടെ ഇഷ്ടം പോലെ ഒരു വണ്ടിയുണ്ട്. കിയ ഇഷ്ടം പോലെ കിയുടെ വണ്ടികളുണ്ട്. ഇഷ്ടക്കണക്കിന് കിയുടെ വണ്ടികളുണ്ട്. LX സ്പോർട്ട് അതൊക്കെ അടിപൊളി വണ്ടിയാ. പക്ഷെ പിന്നെ ഒരു ലാൻഡ് ക്രൂസർ, ബെൻസ് വളരെ റയറാ, പക്ഷെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിലെ കാര്യം പറയുന്നത്. ഇന്നോവയൊക്കെ പെട്രോള് പോയി. ഞാൻ കാണിച്ചിവിടെ നോക്കിയിരുന്ന കാണാൻ പറ്റും നമുക്ക്. പെട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കും. BMW പോയി, എന്റെ പൊന്നെ. BMW കാണിച്ച ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ടൊയോട്ട ഇഷ്ടക്കണക്കിന് വണ്ടി ഇറക്കുന്നുണ്ടോ. ഇനിയിപ്പോ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മള് ഉള്ളിലോട്ട് കയറിപ്പോയി. നമ്മുടെ പുതിയതായിട്ട് വന്ന കേട്ടോ ഇത് പെട്രോൾ പമ്പ്, ചെറിയൊരു റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട് അടിപൊളിയാ. ഞാൻ പക്ഷെ വന്ന് കഴിച്ചിട്ടില്ല. ഇപ്പൊ 4 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കും ഇത്. അതുകൊണ്ട് അവിടെ കണ്ടു, അതുകൊണ്ട് അങ്ങ് കണ്ടു ആൾക്കൂട്ടം. അവിടെ ഒരു ചെറിയൊരു ഈ ബംഗാളി മാർക്കറ്റ് ഒക്കെ, ബംഗാളീസിന് വേണ്ടി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ബട്ട് യെസ്, എല്ലാം ഓരോ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയ, ചെറിയ ചെറിയ കമ്പനികള് കാര്യങ്ങളൊക്കെയാ. ഇതൊക്കെ എന്തുവാന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മുടെ കമ്പനി അത്, കമ്പനി അക്കോമഡേഷൻ. ഞാൻ കാണിച്ചില്ല അങ്ങോട്ടും. 4 മിനിറ്റ്, ഏകദേശം 14 മിനിറ്റ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണം. ഒരു 20-25 മിനിറ്റിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും. കണ്ടു, ഇത് ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. ജയിലെ പോലെ ഇതുപോലെ വലിയ മതില. ഇവിടുത്തെ വണ്ടി കണ്ടോ, ഇത് കണ്ടോ, ട്രക്ക് കണ്ടോ, ട്രക്ക്. ഇത് ചെറിയ ട്രക്കാ, ഒരു BMW കിടക്കുന്ന ഏതെന്റെ ആണ്. ട്രക്ക് കണ്ടു,
ഇത് ചെറിയ ട്രക്കാണ്. ഇതൊക്കെ ഓടിക്കുന്നവനെ ഉണ്ടല്ലോ സമ്മതിക്കണം. ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ വെറും കൊച്ചു പിള്ള, ഈ പാകിസ്ഥാൻസ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡ്രൈവേഴ്സ് അവരിതുപോലെ ചെറിയ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് ഇതുപോലെ വലിയ ട്രക്കൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളൊക്കെ ഒരു സമയത്ത് ഞാൻ പേടിയായിരുന്നു വലിയ വലിയ കാറൊക്കെ ഓടിക്കും കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോ ഈ പിള്ളേരൊക്കെ ഈ വണ്ടി എടുത്തോണ്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തേരാപ്പാര നടക്കുക. നമ്മുടെ കമ്പനിയിലോട്ട് കേറി കേട്ടോ, ഗേറ്റിനകത്ത് കേറി. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നിങ്ങളെ പണ്ട് ഒന്നുമില്ല, നമ്മുടെ കമ്പനി അക്കോമഡേഷനകത്ത് വന്ന് നമ്മൾ ഇനി ഇറങ്ങിയിട്ട് ഈ ബ്ലോഗ് കൂടെ പോസ് ചെയ്യും. എന്റെ ക്യാപ്പ് ആട്ടോ. ഞാൻ എന്താ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചെന്ന് പറയട്ടെ. നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് നമ്മളിവിടെ ജോലി ചെയ്തില്ല, അപ്പൊ നമ്മൾ പോവാൻ പോവല്ലേ. ഇവിടുന്ന് പോകാൻ പോകും. അടുത്ത മാസം 22 ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത. അതാകുമ്പോ അവിടെ നമ്മള് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോ അത് അവിടെ കടന്നോളുമല്ലോ. നമ്മുടെ ഫോണിൽ നിന്ന് പോയാലും അവിടെ കാണുമല്ലോ. അതുകൊണ്ടങ്ങ് എടുത്ത. ഇത് നമ്മുടെ കൊച്ചു കിച്ചൺ, ഞാൻ പറയാറില്ല വീഡിയോയിലേക്ക്. ആ കാണുന്ന വെറിയ കൊച്ചു കിച്ചൺ, അവിടെ വന്ന് നമുക്ക് വേണം കുക്ക് ചെയ്യാം. പക്ഷെ എന്റെ റൂമിൽ ഇവിടെ വരണമെങ്കിൽ 500 മീറ്റർ ദൂരം. അത് വളരെ പോസിബിൾ അല്ല. എന്റെ ഫേവറേറ്റ് വണ്ടി കാണിച്ചു തരാവേ. ദാണ്ട് GMC ഇവിടെ 3 ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് നോക്കൂ, കണ്ട. കാണുന്നുണ്ട് എന്റെ ഫേവറേറ്റ് കാശ്. ഇത് സത്യം പറഞ്ഞ് ഉപയോഗിക്കുന്നറിയാം. ഇത് കമ്പനിയുടെ വണ്ടിയാണ് 3. ഇത് നമ്മുടെ കമ്പനിയിൽ ഏതെങ്കിലും VIPs വരുന്ന സമയത്ത്, ഏതെങ്കിലും എഞ്ചിനീയേഴ്സോ VIPs ഒക്കെ വരുന്ന സമയത്ത് അവരെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് GMC. അത്രയും പവറാ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഗാർഡനൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഗാർഡൻ അതാ നമ്മുടെ ഗാർഡൻ. നമ്മുടെ ഫേവറേറ്റ് GMC കാരുടെ കിടപ്പുണ്ട്. വളരെ സൈലന്റ്. ഇപ്പൊ ഒരു 4 മണിയല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഇത്രയും സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഫുൾ ആൾക്കാരൊക്കെ വരും, തിരക്കാവും. നമ്മുടെ GMC നമ്മുടെ ബിൽഡിംഗ് ഇതിലൊരു 25 ബിൽഡിങ്ങോളം ഉണ്ട് ഇതിലത്തെ കേട്ടോ. 4 നിലയുടെ 25 ബിൽഡിംഗ് ഉണ്ട്. അത്രയും അടിപൊളി കേട്ടോ. ഇത് അത്രയും നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ട് നമ്മുടെ ഏരിയ മൊത്തം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. അത്ര അടിപൊളി കമ്പനിയാണ് നമ്മുടെ കമ്പനി. റൂം ആയാലും ബിൽഡിംഗ് ആയാലും എല്ലാ രീതിയിലും ഇപ്പൊ ആൾക്കാർ ക്ലീനിങ് എല്ലാം ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കുമായിരിക്കും. നമ്മൾ പുറത്ത് പോകുമ്പോൾ അവർ ക്ലീൻ ചെയ്യും, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്യും. അതുകൊണ്ട് നമുക്കിപ്പോ നേരെ റൂമിൽ എത്തുമ്പോഴത്തേക്കും എല്ലാം അടിപൊളി ക്ലീൻ ആക്കി വെച്ചേക്കും. റൂമിലോട്ട് കയറത്തില്ല, പുറത്ത് ഏരിയ കയറും. റൂം നമ്മൾ തന്നെ നോക്കണം. റൂമൊക്കെ അവര് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ലൈക്ക് വൺസ് ഇൻ എ മന്ത് ഒക്കെ വന്ന് ക്ലീൻ ചെയ്ത് തരും. എനിക്കത് കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്ത് റൂം വന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് നമ്മുടെ ബെഡെല്ലാം പിടിച്ച് മറിച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടേ പോകത്തുള്ളൂ അവര്. അപ്പൊ അത്രേ ഉള്ളു.
എന്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ പറഞ്ഞു നമ്മുടെ കിച്ചൺ ഉണ്ട്, അതാ ഉണ്ട് അവിടെ, കാണിക്കാൻ വയ്യ. ആഹ് എന്താണ്, ഇവിടെ നിന്ന് 3-4 ബിൽഡിങ്ങിന് അപ്പുറത്ത് എന്റെ റൂം. സോ അത്രേ ഉള്ളൂ, അത്രേ ഞാൻ ഉദ്ദേശിക്കുള്ള. ഒരു വീഡിയോ എടുത്ത് നോക്കണം. നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്ന സമയത്ത് സ്ഥലം മിസ് ചെയ്യാൻ പാടില്ലല്ലോ. എപ്പോഴെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ, അതുകൊണ്ട് എടുത്തതാ ഇത്. എന്റേത് B07 ബിൽഡിങ്, റൂം നമ്പർ 108. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ I think I should post today itself because I don't want to keep this video in my phone because there is no space in it. So tomorrow ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യും വീഡിയോ. അപ്പം bye and I would say that Alfanar, I miss you a lot. I'm gonna miss you a lot. 4 വർഷം ഒരുപാട് ഓർമ്മകൾ വന്ന സ്ഥലമാണ്, ഒരുപാട് ഓർമ്മകൾ വന്ന കമ്പനിയാണ്. സോ ഐ നെവർ ലൈക്ക് മറന്നു പോകത്തില്ല ഒരിക്കലും, എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പം ശരി എന്നാ. അപ്പം എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നോട്ട് ഗൈസ്, ഡു വാട്ട് യു ലവ് വാട്ട് യു ഡു. ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാര്യം തന്നെ എൻ്റെ കൂട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്ത പുള്ളിക്കാരൻ ഇന്നലെ എൻ്റെ അക്കൗണ്ട് യൂട്യൂബിൽ പോയിട്ട് എൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്തു, ലൈറ്റ് പോയി. ഒറ്റ സ്ട്രെച്ച് എടുത്തോണ്ടിരുന്ന വീഡിയോ ആയി പെട്ടെന്ന് കട്ടായി പോയി. ഇവിടെ നിന്ന് കയറിയപ്പോൾ വൈഫൈ ഓട്ടോമാറ്റിക് കണക്ട് ആയി, എന്തോ ആയി കട്ടായി പോയി, കുഴപ്പമില്ല. അപ്പം സംഭവം ഇത്രേ ഉള്ളു. എന്താ പറഞ്ഞിട്ടിരുന്നത്? എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ അക്കൗണ്ടിൽ നിന്ന് നോക്കി കിട്ടിയില്ല. ഞാൻ പറഞ്ഞു പ്രവീൺ പ്രസാദ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ അക്കൗണ്ട് വരും. അല്ലെങ്കിൽ കുറേ പ്രവീൺ പ്രസാദ് ഉണ്ട് ഈ പേരിൽ, അതുകൊണ്ട് ഞാൻ പോയി ചെക്ക് ചെയ്യുമായിരിക്കും. അപ്പം അവൻ പറഞ്ഞ് എന്തോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു മെൻ്റലി ഞാൻ കുറച്ചധികം നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് സോ ഐ ഷുഡ് കണ്ടിന്യൂ, ഐ ഷുഡ് ഡു പോസ്റ്റ് വീഡിയോസ്. അതുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്, അങ്ങനൊരു കോണ്ടന്റ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തിരുന്ന വീഡിയോ. അപ്പം എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്തില്ല. സോ ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഈ സൗദി ഞാൻ വിടാൻ പോകുന്ന സൗദി ഫോർ നൗ. ലൈക്ക് എപ്പോഴും എൻ്റെ ഒരു മെൻ്റലി ഒരു 4 വർഷമായിട്ടൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ഒരു അറ്റാച്ച്മെൻ്റ് എപ്പോഴും ഇവിടെ കാണും. ബട്ട് ഫിസിക്കലി ഞാൻ ഇവിടുന്ന് പോകാൻ പോകും, അത്രേ ഉള്ളൂ. സോ എപ്പോഴും പറയുന്നുണ്ട് do what you love what you do. Okay, bye. I think it's people are watching me, I'm feeling shy. I don't want to be shy. Why would I fuck shy? Okay. Tada. Bye. See you soon. I think I should post next video on Monday. Either in post team Monday I'll be posting next video. I think I'm planning to do 2 videos a week. ഒട്ടും കൂടുതലല്ലോ അല്ലേ? Okay, tomorrow I'll make a plan how much video I'm supposed to post Instagram or YouTube. I'll make a plan, then I'll do with like coordinate ചെയ്തിട്ടല്ല അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണം. അപ്പോൾ കംപ്ലീറ്റ്ലി പ്ലാനിങ് ഡേ ആണ് ടുമോറോ. അപ്പം bye. See you soon in my next video. Until then, bye from Praveen. Tata. Do what you love what you do.